ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാം ടെസ്റ്റ് മത്സരത്തിന് അഡ്ലേഡിൽ തുടക്കമായിരിക്കുകയാണ്. ചരിത്രമുറക്കുന്ന അഡ്ലേഡിൻ്റെ മണ്ണിൽ ഡേ നൈറ്റ് ടെസ്റ്റിൻ്റെ ആദ്യ ദിനം ഇപ്പോൾ സ്റ്റെംസ് ആയിരിക്കുകയാണ്. ഒന്നാം ദിനം മിച്ചൽ സ്റ്റാർക്ക് എന്ന ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബൗളറുടെ തീയുണ്ടകൾ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പ് ചീട്ടുകൊട്ടാരം പോലെ തകർത്ത കാഴ്ചയായിരുന്നു നമ്മൾ ഇന്ന് അഡ്ലേഡിൽ കണ്ടത്. ആദ്യ ദിനം ഡേ നൈറ്റ് ടെസ്റ്റിൻ്റെ ആദ്യ ദിനം ഇപ്പോൾ സ്റ്റെംസ് ആകുമ്പോൾ ഇന്ത്യ 44.1 ഓവറിൽ 180 റൺസിന് ഓൾ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ ഓസ്ട്രേലിയ ഇപ്പോൾ ബാറ്റിംഗ് തുടരുകയാണ്. 33 ഓവറുകൾ പിന്നിട്ടപ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 86 റൺസിലാണ് നിലവിൽ ഓസീസ് എത്തി നിൽക്കുന്നത്. രണ്ടാം ദിനം നാളെ തുടങ്ങാനിരിക്കെ 94 റൺസിനാണ് നിലവിൽ ഓസ്ട്രേലിയ ഇപ്പോൾ ട്രെയിൽ ചെയ്യുന്നത്. നെതാൻ മാക്സ്വീനി 97 പന്തിൽ 38 റൺസുമായും ഒപ്പം മാർണസ് ലബൂഷനുമാണ് 67 പന്തിൽ 20 റൺസുമായും ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ബാറ്റിംഗ് തുടരുന്നത്. 13 റൺസ് എടുത്ത ഉസ്മാൻ കവാജെ ജസ്പ്രീത് ബുംറയുടെ പന്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ക്യാച്ച് എടുത്ത് പുറത്താക്കിയിട്ടുണ്ട്. രണ്ടാം ദിനം ഇന്ത്യയെ സംബന്ധിച്ച് ആദ്യ സെഷനിൽ തന്നെ ഓസ്ട്രേലിയയുടെ ബാക്കിയുള്ള വിക്കറ്റുകൾ പിഴുതെറിയേണ്ടതുണ്ട്. കാരണം ഒരു കൂറ്റൻ ലീഡിലൊക്കെ പോയാൽ അഡ്ലേഡ് പോലുള്ള ഒരു ബോളേഴ്സിൻ്റെ പിച്ചിൽ ഒരുപക്ഷെ അത് ഇന്ത്യക്ക് അല്പം ബുദ്ധിമുട്ടായി മാറിയേക്കാം. ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ആദ്യ ടെസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായ ലൈനപ്പായിരുന്നു ഇന്ന് എത്തിയത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും അതോടൊപ്പം തന്നെ പരിക്ക് മൂലം ആദ്യ ടെസ്റ്റ് കളിക്കാതിരുന്ന ശുഭ്മാൻ ഗില്ലും ഇന്ത്യൻ 11ലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഓപ്പണർ യശസ്വി ജയ്സ്വാൾ നേരിട്ട് ആദ്യ പന്തിൽ തന്നെ ഗോൾഡൻ ടക്കായി പുറത്തായിട്ടുണ്ടായിരുന്നു. മിച്ചൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ LBW ആയാണ് ജയ്സ്വാൾ പുറത്തായത്. KL രാഹുൽ 64 പന്തിൽ 37 റൺസ് എടുത്ത് മിച്ചൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ നതാൻ മാക്സ്വീനി ക്യാച്ച് എടുത്താണ് രാഹുൽ പുറത്തായത്. ശുഭ്മാൻ ഗില്ലിനെ സ്കോട്ട് ബോളുണ്ട് LBWയിൽ കുരുക്കുകയായിരുന്നു. 31 റൺസാണ് ഗില്ല് നേടിയത്. വിരാട് കോഹ്ലി അതുപോലെ ഇന്നും അല്പമൊന്ന് നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 8 പന്തുകൾ നേരിട്ട താരം മിച്ചൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ സ്റ്റീവ് സ്മിത്തിന് ക്യാച്ച് നൽകി 7 റൺസ് എടുത്താണ് പുറത്തായത്. ഋഷഭ് പന്ത് 21 റൺസും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 23 പന്തുകൾ നേരിട്ടപ്പോൾ 3 റൺസ് മാത്രം അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ. സ്കോട്ട് ബോളുണ്ട് LBWയിൽ കുരുക്കുകയായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റനെ. ഒപ്പം ഇന്ത്യയുടെ ടോപ്പ് സ്കോററെ മാറിയത് യുവതാരമായിട്ടുള്ള നിതീഷ് കുമാർ റെഡ്ഡിയാണ്. ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര ചീട്ടുകൂട്ടാരം പോലെ തകർന്നപ്പോഴും മധ്യനിരയിൽ നിതീഷ് കുമാർ റെഡ്ഡിയാണ് അല്പമെങ്കിലും ഇന്ത്യൻ സ്കോർ 150 വരെയെങ്കിലും ഒന്ന് എത്തിച്ചത്. 54 പന്തുകൾ നേരിട്ട താരം 3 4ഉം 3 6ഉം ഉൾപ്പെടെ 42 റൺസ് എടുത്താണ് പുറത്തായത്. ഒരു കൂറ്റൻ ലീഡിലേക്ക് നിതീഷ് കുമാർ റെഡ്ഡി എത്തിക്കുമെന്ന് തോന്നൽ ഉളവാക്കിയ ശേഷമായിരുന്നു അദ്ദേഹം പുറത്തായത്. മിച്ചൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ ട്രാവിസ് ഹെഡ് ക്യാച്ച് എടുത്താണ് നിതീഷ് കുമാർ പുറത്തായത്. രവിചന്ദ്രൻ അശ്വിൻ 22 റൺസ് എടുത്താണ് അദ്ദേഹം മിച്ചൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ LBWയിൽ കുരുങ്ങുകയായിരുന്നു. സ്റ്റാർക്കിൻ്റെ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ പേസർമാരുടെ ഒരു സംഹാര താണ്ഡവം തന്നെയാണ് ഇന്ന് അഡ്ലേഡിൻ്റെ മണ്ണിൽ നമ്മൾ കണ്ടത്. മിച്ചൽ സ്റ്റാർക്ക് 6 വിക്കറ്റ് നേടിയപ്പോൾ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസും സ്കോട്ട് ബോളണ്ടും 2 വീതം വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. നാളെ രണ്ടാം ദിനം ഉച്ചയ്ക്ക് ശേഷമാണ് ആദ്യ സെഷൻ തുടങ്ങാൻ പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ കങ്കാരു പടയോടെ അവശേഷിക്കുന്ന വിക്കറ്റുകൾ വീഴ്ത്തി അധികം ലീഡിലേക്ക് അവരെ എത്തിക്കാതിരിക്കുക. അതായിരിക്കും ഹിറ്റ്മാൻ്റെ സംഘത്തിൻ്റെ രണ്ടാം ദിനത്തിലെ തന്ത്രങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.